എൻ്റെ ഒരു ലൈഫിലെ വലിയൊരു ഡ്രീമായിരുന്നു ഒരു വീട് നമ്മളുടേതായ ഒരു കോൺസെപ്റ്റിൽ ഡിസൈൻ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ അതിൻ്റെ ഒരു ഡ്രീം വേയിൽ ഇങ്ങനെ പോകുന്ന സമയത്താണ് ഡോക്കിൻ്റെ പല വർക്കുകളും എൻ്റെ മൈൻഡിൽ ഇങ്ങനെ മീൻസ് പല സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും അതിലെല്ലാം ഇവരെ വർക്കിൻ്റെ ആ ഒരു നേച്ചറും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ കൂടുതൽ ഞാൻ അവരിലേക്ക് അങ്ങനെ അട്രാക്റ്റ് ആയി. വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് തന്നെ പറയാം. കാരണം ഇൻ ടേംസ് ഓഫ് സർവീസിലായാലും മാറ്റേഴ്സ് ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾക്കായാലും ഞാനിപ്പോൾ വർക്ക് അസൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഓൺ ദ സ്പോട്ട് നെക്സ്റ്റ് ഡേയിൽ തന്നെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഫോം ആവുക, പലയിടത്തുനിന്നും പല ടേംസ്, അതായത് അക്കൗണ്ട്സിൽ നിന്ന് ആയിക്കോട്ടെ, പിന്നെ സൂപ്പർവിഷൻ ആയിക്കോട്ടെ, പല ആൾക്കാർ അതിലേക്ക് ജോയിൻ ചെയ്യുക. വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തു തന്നൊരു ടീമാണ് ഡോക്ക്. ഞാൻ പുറത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നല്ല ഇപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്തും ഇവിടുത്തെ ടൈമിംഗ് എല്ലാം വ്യത്യാസം ഉണ്ടാകും. ഇപ്പോൾ മിഡ് നൈറ്റ് ആയാലും കോൺടാക്ട് ചെയ്താലും എന്ത് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാലും നെക്സ്റ്റ് ഡേയിൽ തന്നെ നമുക്ക് അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. മൂസിൻ സാർ ആദ്യമായിട്ട് ഡോക്കിനെ സമീപിച്ചപ്പോൾ സാറിൻ്റെ മനസ്സിലുള്ളത് ഒരു ടീക്ക് വൈറ്റ് കോമ്പിനേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് സാറ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ ഏരിയയിലും സീലിംഗ് വർക്കിലായാലും പ്ലെയിൻ സീലിംഗ് ആണ് സാർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ പ്രൊഫൈൽ ലൈറ്റിംഗ് ആണ് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ടോട്ടലി നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡ് പ്രകാരം എല്ലാ ഏരിയകളിലും നമ്മൾ ഫുൾ പ്ലെയിൻ ഡിസൈൻസും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റിങ്സും ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഞാൻ ഹൗസ് വാമിങ്ങിൻ്റെ ഡേറ്റ് പറഞ്ഞിട്ട് ആദ്യം നമ്മൾ വിളിക്കുന്ന സമയത്ത് ഇന്ന ഡേറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു ടീം വന്ന് വിസിറ്റ് ചെയ്ത് ഞാൻ സാറ്റിസ്ഫൈഡ് ആയ ഒരു കാര്യം അവർ വന്ന് കണ്ടതിന് ശേഷം അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞ് വീണ്ടും അവരൊരാളെ നിർത്തിയിട്ട് അത് കറക്റ്റ് ചെയ്യാൻ കൂടെ ചെയ്തിട്ടുണ്ട്. ഓരോ ബെഡ്റൂമുകളിലും വളരെ ചുരുങ്ങിയ ഡിസൈൻസിൽ ആവശ്യമുള്ള വർക്കുകൾ മാത്രമാണ് സാർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പ്രകാരം ഡോക്കിന് അത് കൊടുക്കാൻ സാധിച്ചു തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരു ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഇൻറ്റീരിയർ വർക്ക്. പിന്നെ 100% ഇപ്പോൾ ഹൗസ് വാമിങ് കഴിയുന്ന സമയത്തായാലും എല്ലാവരും എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ഇൻറ്റീരിയർ വർക്കിനെ പറ്റി. നല്ലൊരു കോൺസെപ്റ്റ്, നമ്മളെ മൈൻഡും സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളൊരു കോൺസെപ്റ്റ് തന്നെ നമുക്കത് ഡിസൈൻ ചെയ്ത് തന്നിട്ട് 100% സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ ലൈഫിൽ ഞാൻ മീറ്റ് ചെയ്തിരിക്കുന്നതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് കമ്പനി എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ വാർഡ്രോബ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഒരു വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻസിൽ വളരെ നല്ല രീതിയിൽ അത് ചെയ്യാൻ സാധിച്ചു. ഓരോ ഏരിയകളിലും നമുക്ക് ഈ ടീക്കിൻ്റെ ഒരു ഭംഗി നമുക്കിവിടെ കാണാൻ സാധിക്കും. വർക്കിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ ടൈം ലൈൻ ഫോളോ ചെയ്യുന്നത് പക്കയായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഏത് ഡേറ്റിനാണോ ഇന്ന വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ പല കാറ്റഗറി ആയിട്ടുള്ളത് ഉണ്ടാവും. സീലിംഗ് വർക്കായാലും പെയിൻറ്റ് ടെസ്റ്റ് വർക്കായാലും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഏത് ടൈം ലൈൻ പറയുന്നു അതിനെല്ലാം പറയുന്നതിനും ഒരു 1 വീക്ക് മുമ്പോ അല്ലെങ്കിൽ ഒരു 4 to 5 ഡേയ്സിന് മുമ്പോ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നമ്മളെ ഒപ്പീനിയൻ കൊടുത്ത് നമ്മളെ കമൻസ് കൊടുത്ത് സാറ്റിസ്ഫൈഡ് ഉള്ളതെന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് നെക്സ്റ്റ് ഇതിലേക്ക് മൂവ് ചെയ്യുന്നത്. വോളിലേക്ക് വരുമ്പോൾ വാൾ ടെക്സ്റ്റേഴ്സ് സിമെൻറ്റ് ടെക്സ്റ്ററാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഇതിനായിട്ട് ഈ ഒരു ബെഡ്റൂമിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾ ഈ ഒരു ടെക്സ്റ്റർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എല്ലാ വിൻഡോ പാനലിങ്ങൾക്കായാലും എല്ലാത്തിനും നമുക്ക് ഈ ഒരു വുഡൻ പാനലിംഗ് ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. എല്ലാം കൊണ്ടും സാധാരണക്കാരനെ അപ്രോച്ച് ചെയ്യാൻ പറ്റാവുന്ന ഒരു ബെസ്റ്റ് കമ്പനിയായിട്ട് തന്നെ നമുക്കിതിനെ റെഫർ ചെയ്യാൻ പറ്റും.